ക്ലാസ് വരെ പഠിച്ച് 7ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞിട്ട് നാട് വിട്ടു പോകുന്നു. നമ്മൾ മനസ്സിൽ കണ്ടതും യാഥാർത്ഥ്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ നമ്മൾ കണ്ട വലിയ ഷിപ്പ്, നല്ല ജീവിതം. ഇവിടെ നോക്കുമ്പോൾ ഷിപ്പാണോ ബോട്ടാണോ എന്ന് പറയാൻ പറ്റാത്തൊരു സാധനം. അതിൽ പണിയെടുക്കണം. അതിനിടയ്ക്ക് നമ്മുടെ കൂടെയുള്ള 2 പേര് മരിച്ച്. പക്ഷെ ഒരാളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അമ്മേ പറ്റുന്നില്ല. എനിക്ക് തിരിച്ച് വരണം. കാരണം ഇപ്പം പോകുന്നത് നമുക്ക് ജീവനെങ്കിലും ഉണ്ടാവും. പിന്നെ അങ്ങ് എത്തുമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. പൈസ ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാന്നല്ലാണ്ട് നമുക്ക് ഫുഡും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബുക്ക് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. ക്ലാസ് ഒന്നാമത് കണ്ടിന്യൂഷൻ ഇല്ല. ഇന്ന് എടുത്തതായിരിക്കില്ല നാളെ എടുക്കുന്നത്, ഇന്ന് എടുത്ത മാഷായിരിക്കില്ല നാളെ എടുക്കുന്ന മാഷ്. ഇന്ന് ഫിസിക്സിന് ആൾ വരുന്നെങ്കിൽ നാളെ ഫിസിക്സിന് വേറൊരാളെ വരാം. അപ്പം ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നത് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഈ 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഒരിക്കലും പഠിക്കത്തില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് ഒരുപാട് മാറ്റം കണ്ടാകുന്നുണ്ട്. കാരണം ഒരു PSC എക്സാം ഹാളിൽ 1.25 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 1 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ജോലിയൊന്നും ആയില്ലേ, വെറുതെ നോക്കിക്കൂടെ, പഠിത്തം നിർത്തിക്കൂടെ? കാരണം നമുക്കും ഇവർ മോനെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും ഒരിതുണ്ടാവും, ഒരു ചമ്മൽ. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് 2 വർഷം എന്താ പറയേണ്ട ഒരു ഫാമിലി ഫങ്ഷന് പോകാൻ മടിയാണ്. നാട്ടിലേക്ക് പോകാൻ തന്നെ മടിയാണ്. അവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. ഒന്നും പഠിക്കാണ്ട് ഒരു എക്സാം എഴുതി സപ്ലി ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്കത് മെയിൻ ലിസ്റ്റിലേക്ക് എത്താം. നമസ്കാരം. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിയോഗിക്കപ്പെട്ടവർ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ കരുത്ത് പകരുന്നവർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്ന്, മൃദുഭാവെ ദൃഢകൃതി, നമ്മുടെ സ്വന്തം കേരള പോലീസ്. കേരള സിവിൽ പോലീസ് ഓഫീസർ MSP ബറ്റാലിയനിൽ അഡ്വൈസ് ലഭിച്ചിട്ടുള്ള ഷില്ല ഷെറിനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഷില്ല, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഷില്ല, അപ്പോൾ നമ്മൾ ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ അഡ്വൈസ് വന്ന ശേഷമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഫോഴ്സ് ജോലി അല്ലെങ്കിൽ ഒരു CPO പോസ്റ്റ് എനിക്ക് വേണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു എക്സാം ചെയ്യുന്നത് 2019. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് 2022. കഴിഞ്ഞ CPOൻ്റെ എക്സാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ അന്ന് നമ്മുടെ അഭിപ്രായത്തിൽ PSC എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ ഡിഗ്രി പഠിക്കുന്ന കാലം, ആ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് PSC എന്നും പറഞ്ഞ് ഓരോ നാട്ടിൽ പോയി എക്സാം ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് കാസർഗോഡാണെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ ഇടുക്കിയിലുണ്ടാകുക. അപ്പോൾ ഇവരിങ്ങനെ പറയും, എന്ത് എക്സാമിന് കൊടുക്കുക, നമുക്ക് ട്രിപ്പാക്കാം. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും 2019 ഞാൻ PSCക്ക് അപ്ലൈ ചെയ്ത് ആദ്യമായിട്ടൊരു എക്സാം ചെയ്യുന്നത്. അന്ന് PSCനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ അതിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ 2022 അതിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ സപ്ലൈ ലിസ്റ്റിലുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കും ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. ഒന്നും പഠിക്കാണ്ട് ഒരു എക്സാം എഴുതി സപ്ലൈ ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്കത് മെയിൻ ലിസ്റ്റിലേക്ക് എത്താം. ശരിക്കും അവിടുന്ന് തൊട്ടാണ് ഇങ്ങോട്ട് പഠിച്ചു തുടങ്ങുന്നത്. ആ ടൈമിലാണ് ഈ പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തു. പിന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അഡ്വൈസായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ 2019 മുതൽ 2022 വരെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ 2018 എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുമ്പോൾ ആരുടെയും മനസ്സിലുണ്ടാകുന്ന പോലെ ഇനി മുന്നോട്ട് എന്ത്, അതൊരു ചിന്ത എനക്കുണ്ടായിരുന്നു. ഇനി എന്തെടുക്കണം? കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല അന്ന് നമ്മുടെ ജീവിതം പോകുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇനി അടുത്ത് എന്തെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പത്രത്തിലൊരു കട്ടിങ് കാണുന്നത്, മെർച്ചൻ്റ് നേവിയിലേക്ക് അവസരം. അപ്പോൾ നമ്മൾ ഇത് ഈ പരസ്യം കണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കും. നമുക്ക് അറിഞ്ഞൂടാത്തൊരു മേഖലയാണല്ലോ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കാണുന്നത് വലിയ കപ്പൽ, ആഡംബര ജീവിതം, ഇതൊക്കെയാണ് അന്ന് കണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് ഒരു കോഴ്സ് ചെയ്യാൻ പോയി. അപ്പോൾ കോഴ്സ് ചെയ്യാൻ പോയപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. കുറച്ച് മലയാളികളായിട്ടും അല്ല പുറത്തുള്ള ആൾക്കാരായിട്ടൊക്കെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി. അപ്പോൾ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഈ കൂട്ടത്തിലൊരാൾ നമ്മളെ വിളിച്ച്, ഇങ്ങനെ മലേഷ്യയിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, കുറച്ച് പൈസ ചിലവുണ്ട്, അപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്നുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ തമ്മിലൊന്ന് ആലോചിച്ച്, എടാ എന്താ അവസ്ഥ, പോകണോ? നമുക്കിതൊന്നും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പോവാം.
പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പൈസ ചിലവാക്കി പോയി. അവിടെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് എന്ത് നമ്മൾ മനസ്സിൽ കണ്ടതും യാഥാർത്ഥ്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ നമ്മൾ കണ്ട വലിയ ഷിപ്പ്, നല്ല ജീവിതം, ഇവിടെ നോക്കുമ്പോൾ ഷിപ്പാണോ ബോട്ടാണോ എന്ന് പറയാൻ പറ്റാത്തൊരു സാധനം, അതിൽ പണിയെടുക്കണം. അപ്പം അങ്ങനെ എന്താ പറയുക, എന്ത് വേണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയം. പക്ഷെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാവുന്നത്. അപ്പോഴും ആലോചിച്ചെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ ചിലവാക്കിയ പൈസ അത് കിട്ടുന്നവരെ ഒന്ന് പിടിച്ചു നിൽക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിന്ന്. പക്ഷെ അധികാരം നിൽക്കാൻ പറ്റിയില്ല. 1 വർഷത്തോളം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അതിനിടയ്ക്ക് നമ്മുടെ കൂടെയുള്ള 2 പേര് മരിച്ച്. പക്ഷെ ഒരാളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ 2ാമത്തെ ആളുടെ ബോഡി കിട്ടുമ്പോൾ ഉടലും തലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി ആയപ്പോൾ സംഭവം മൊത്തം കഴിഞ്ഞു പോയി. അന്നേരത്തിന് അമ്മേനെ വിളിച്ച്, അമ്മേ പറ്റുന്നില്ല, എനിക്ക് തിരിച്ച് വരണം, കാരണം ഇപ്പം പോകുന്നത് നമുക്ക് ജീവനെങ്കിലും ഉണ്ടാവും, പിന്നെ അങ്ങ് എത്തുമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. അപ്പം അമ്മയും അച്ഛനും പറഞ്ഞ് മോനിങ് പോര്. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ വീണ്ടും ഇത് തന്നെയാണ്. പിന്നെ ഇനി എന്താ തിരിച്ചു വന്ന് നാട്ടുകാരുടെ ചോദ്യം ഉണ്ടാവില്ല. കുറച്ചു കാലം നാട്ടിൽ കാണാണ്ടെന്ന് പെട്ടെന്ന് കാണുമ്പോൾ നീ എപ്പാ വന്ന്, ഇനി എപ്പാ പോകുന്നത്, അയ്യൊരു ചോദ്യമായിരുന്നു. എന്തിനാ വന്നതെന്ന് അവരറിയുന്നില്ല, നീ എപ്പാ തിരിച്ചു പോകുന്നത്. അപ്പോൾ എനക്കും തോന്നി ഇനി അധികം നാട്ടിലേക്കാൻ പറ്റൂല. അപ്പോൾ വേറൊരു പരസ്യം കണ്ടു, ഇതുപോലെ തന്നെ ഒരു പരസ്യം കണ്ട് വീണ്ടും അതിലേക്ക് 6 മാസം കൊണ്ട് മാനേജർ ആവാം. അപ്പോൾ അങ്ങനെ അങ്കമാലിയിലായിരുന്നു. അങ്കമാലി പോയി. അപ്പോൾ അവിടുന്ന് കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാകുന്നില്ല. കൂടെ ഒരാൾ വരുന്ന്, കുറച്ച് ബുക്ക് തരുന്ന്. ഇത് നമ്മളിങ്ങനെ ഓരോ വീട്ടിൽ കയറി ഓരോന്ന് സംസാരിക്കുന്നത്. ഇവർ പറയും വിക്കലല്ല. പിന്നെ പതിയെ മനസ്സിലായ ബുക്ക് വിൽക്കലായിരുന്നു നമ്മളെ പരിപാടിയെന്ന്. അപ്പോൾ സാലറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാലറി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായ ബുക്ക് വിറ്റാൽ മാത്രമേ പൈസ കിട്ടൂ, കമ്മീഷൻ വർക്കായിരുന്നു. അപ്പം അങ്ങനെ ഒരു ബുക്ക് പോലും വിൽക്കാത്ത സമയമുണ്ടായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ എന്താക്കണം, പൈസ ഇല്ലെങ്കിൽ പട്ടിണി കിടക്കാന്നല്ലാണ്ട് നമുക്ക് ഫുഡും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബുക്ക് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അവിടുന്ന് എങ്ങനെയൊക്കെയോ തിരിച്ച് വീട്ടിലെത്തി, ഒക്കെ ഒഴിവാക്കി വീട്ടിലെത്തി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് PSC അച്ഛൻ നിർബന്ധിക്കുന്നത്. കാരണം അച്ഛൻ ഒരു സർക്കാർ ജോലിക്കാരനായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണ് പിന്നെയും PSCയിലേക്ക് ഒന്ന് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് PSCയിലേക്ക് വന്ന്. അപ്പോൾ ഈ തുടരെയുള്ള പരാജയങ്ങൾ സ്വാഭാവികമായിട്ടും ആരുടെ ആണെങ്കിലും ഒരു മനസ്സിനൊരു മടുപ്പുണ്ടാക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ മർച്ചൻ്റ് നേവി പോയി, അത് വർക്കായില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മാനേജർ പോസ്റ്റിലേക്ക് പോയി, അതും ഫ്ലോപ്പായിട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള ആൾക്കാർക്ക് അവരത് പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ഉള്ളിലൊരു വിഷമമുണ്ടാവും. അപ്പോൾ അവരുടെ ഭാഗത്തുള്ളൊരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ എങ്ങനെയായിരുന്നു? വീട്ടുകാരെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ അവരെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം ഒന്ന് നോക്കി, കുറേ പൈസ ചിലവാക്കി ഒരു കാര്യം നോക്കി, അത് ഫ്ലോപ്പായി. വീണ്ടും രണ്ടാമത് ഒരു പരസ്യം കണ്ട് നമ്മൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ച് വീണ്ടും പോകുന്നു. പക്ഷെ അത് പൈസ ചിലവൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പോയിക്കോന്ന് പറഞ്ഞേക്ക്. അപ്പോൾ അതും ഫ്ലോപ്പായി. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ നമുക്ക് മുന്നിലൊന്നുമില്ല. കാരണം ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത്, പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ എന്നോട് പറയുന്നത്, നീ ഒന്ന് PSC ട്രൈ ചെയ്ത് നോക്ക്, PSC ഒന്ന് നോക്ക്. ഞാൻ മുന്നേ പറഞ്ഞു എനിക്ക് ഒന്നും അറിഞ്ഞൂടാ, PSCനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ അച്ഛൻ മുന്നേ പറഞ്ഞിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അച്ഛന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന പോലെ അല്ല ഗവൺമെന്റ് ജോലി. നമ്മളവിടെ പെർമനന്റാ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും സെക്യൂർഡ് ആണെന്നുള്ളൊരു ബോധം, ജോബ് സെക്യൂരിറ്റി നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നീ ഒന്ന് PSC ട്രൈ ചെയ്യുന്നത്. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലക്ക് കയറിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ബിജുരാജ് മാഷുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ PSCൻ്റെ മാഷിങ്ങനെ ക്ലാസ്സിലെടുക്കാൻ പോവാം, PSCൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലെടുക്കാൻ പോവാം. അപ്പോൾ ഈ മാഷോട് അച്ഛൻ സംസാരിച്ച് എന്നെ എവിടെയെങ്കിലും ഒന്ന് ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ബിജുരാജ് മാഷ് നാട്ടിൽ തന്നെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർക്കുന്നത്. അവിടെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ 3 മാസം പോലും ഞാൻ അവിടെ തികച്ച് പഠിച്ചിട്ടില്ല.
ഒന്നാമത് നമ്മൾ നാട്ടിൽ തന്നെയാണ്. പിന്നെ അവിടുത്തെ ക്ലാസ് ഒന്നാമത് കണ്ടിന്യൂഷൻ ഇല്ല. ഇന്ന് എടുത്തതായിരിക്കില്ല നാളെ എടുക്കുന്നത്, ഇന്ന് എടുത്ത മാഷായിരിക്കില്ല നാളെ എടുക്കുന്ന മാഷ്. ഇന്ന് ഫിസിക്സിന് ആൾ വരുന്നെങ്കിൽ നാളെ ഫിസിക്സിന് വേറൊരാളെ വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് ഒരു മാഷ് വന്ന് ഹിമാലയൻ നദികൾ ബ്രഹ്മപുത്ര തുടങ്ങിയിട്ട് ചെമിയങ്കും ഗ്ലേസിയറിന് ഉത്ഭവിച്ച് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ജിയോഗ്രഫിൻ്റെ മാഷ് വരുമ്പോൾ ഏതാ അടുത്തെന്ന് ചോദിക്കും, ബ്രഹ്മപുത്ര ശരിക്കും തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആ മാഷ് അതെടുക്കാണ്ട് അടുത്ത ഗംഗയിലേക്ക് പോകും. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ ഹിമാലയൻ നദികൾ മൊത്തം നമ്മൾ പഠിച്ച് അവർ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം പഠിച്ച്, പക്ഷെ നമ്മളെ നോട്ടിലൊന്നുമില്ല, നമുക്കൊന്നും അറിയില്ല. അയ്യൊരവസ്ഥയായിരുന്നു അവിടെ. പിന്നെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ക്ലാസ്സിന് പോയി തിരിച്ചു വന്ന് ബാഗ് വീട്ടിൽ വെക്കുന്നു, ഇറങ്ങുന്നു. പിന്നെ ഏതെങ്കിലും സമയത്ത് തിരിച്ചു വരും. അപ്പം ഇതിങ്ങനെ തുടർന്ന് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനെക്കൊണ്ട് കാര്യമില്ല, ശരിയായ വഴിയല്ല, വെറുതെ പൈസ പോക്കലാണ്. ഒന്നാമത് ഒരുപാട് പൈസ പോകുന്നില്ല, മുടക്കി നിൽക്കുക. അപ്പോൾ ഞാൻ നിർത്തിയപ്പോൾ ബിജുരാജ് മാഷാണല്ലോ ചേർത്ത്. അപ്പോൾ മാഷ് ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ച് എന്താ നിർത്തിയെന്ന്. അപ്പോൾ എന്താ നിർത്തിയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മാഷ് പറയുന്നത്, എടാ നിൻ്റെ അച്ഛൻ കടന്നുപോയ സാഹചര്യത്തിൻ്റെ പകുതി പോലും നീ കടന്നു പോയിട്ടില്ല. അത്രയും അതിൻ്റെ ഒരു പകുതിയല്ല, ഒരു 10% എഫേർട്ട് പോലും ഇനി കൊടുത്തിട്ടില്ല. അച്ഛൻ കടന്നുപോയ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺവെർസേഷനെ ബാധിക്കാത്ത രീതിയിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. അച്ഛൻ കടന്നു പോയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മക്ക് 6 മക്കളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇളയ ആൺകുട്ടിയായിട്ട് അച്ഛൻ ജനിക്കുന്നത്. അപ്പോൾ അച്ഛൻ പഠിച്ച് 7ാം ക്ലാസ് വരെ പഠിച്ച് 7ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞിട്ട് നാട് വിട്ട് വെച്ചാൽ ജോലി നോക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അത്രയും മോശമായിരുന്നു. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പോയത്. അപ്പോൾ അങ്ങനെ പോയി തിരിച്ച് വന്നപ്പോൾ അച്ഛൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി, SLC പരീക്ഷ എഴുതി. അങ്ങനെ SLC പരീക്ഷ എഴുതി അന്ന് നല്ല മാർക്കോടെ പാസ്സായി. പിന്നെ പ്രീ ഡിഗ്രി എടുത്ത് ഇംഗ്ലീഷിൽ ഡിഗ്രി എടുത്ത്. ഇപ്പോഴും ബിജു മാഷ് പറയും നാട്ടിൽ ഏറ്റവും ആദ്യം ഇംഗ്ലീഷിൽ ഡിഗ്രി എടുത്തത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ കുറച്ച് കാലം ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഇംഗ്ലീഷിൻ്റെ മാഷായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ അച്ഛൻ പഠിപ്പിച്ച ഏകദേശം കുറേ ആൾക്കാർ ഇപ്പോൾ സർക്കാർ ജോലിയുണ്ട്, പിന്നെ കുറേ മാഷന്മാരുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പോഴും ഞാനും അറിയപ്പെടുന്നത് അച്ഛൻ്റെ മോൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാനും അറിയപ്പെടുന്നത്. അപ്പോൾ അച്ഛന് നല്ലൊരു ലേബലാണ്. അപ്പോൾ ബിജുരാജ് മാഷാണ് പറഞ്ഞത്, മാഷ് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നത്. അപ്പോൾ അപ്പോഴാണ് ആലോചിക്കുന്നത് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ ഇതിലേക്ക് അതിൻ്റെ ഒരു പകുതിയെങ്കിലും എനക്കും കൊടുത്തുകൂടെ എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് വീണ്ടും PSCയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിലെ കോച്ചിങ് സെൻറ്റർ അത്ര സെറ്റ് ആവുന്നില്ല, ആ നാട്ടിലെ കോച്ചിങ് സെൻറ്ററിലെ പഠനം ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ബിജുരാജ് മാഷ് ഈ PSC തന്നെയാണ് നല്ലൊരു മാർഗം എന്നുള്ള രീതിക്ക് ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുന്നോട്ടുള്ള പഠനം അത് വീണ്ടും ഉപേക്ഷിച്ച ആ ഒരു കോച്ചിങ് സെൻറ്ററിലേക്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു രീതി കണ്ടെത്തുമായിരുന്നു? അല്ല, ഒരിക്കലല്ലേ. ഇനിയും അവിടത്തേക്ക് പോകുന്നെങ്കിൽ നമ്മൾ സെറ്റാവില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ബേസ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടാണ് പോയത്. അപ്പോൾ ഒന്നുറപ്പായി ഇനി എന്തായാലും അങ്ങോട്ട് പോയൊരു കാര്യമില്ല. അപ്പോൾ മാഷോട് തന്നെ സംസാരിച്ച്, അപ്പോഴാണ് മാഷ് പറയുന്നത് ഇരിട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, അവിടെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ ഒന്ന് വന്ന് നോക്ക്, എന്തായാലും നിനക്ക് പഠിക്കാൻ പറ്റും. കാരണം അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെയാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സ്ട്രിക്റ്റിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. അപ്പോൾ മാഷ് പറഞ്ഞ് കുഴപ്പമില്ല, എനിക്കൊന്നാമത് നാട്ടിൽ നിന്ന് മാറിയിരിക്കണം, നാട്ടിൽ നിന്ന് ഞാൻ പഠിക്കൂല. കാരണം എൻ്റെ വീട് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ എൻ്റെ കംഫേർട്ട് സോണാണ്. എനിക്കെങ്കിലും എങ്ങനെയെങ്കിലും ആ കംഫേർട്ട് സോണ് ഇട്ട് പുറത്തേക്ക് വരണം. കാരണം എന്നാലും മാത്രമേ ഞാൻ പഠിക്കും. വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ ഈ ഒരു സർക്കിളിൽ അകപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെയാണ് മാഷ് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, അച്ഛനോട് സംസാരിച്ച്. അച്ഛൻ പറഞ്ഞ് നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം, മോൻ പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ അഡ്മിഷൻ എടുത്ത് ഏകദേശം 2022 ഏപ്രിലാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അത് വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, വീണ്ടും PSCയിലേക്ക് വരാനുള്ളൊരു കാരണം, ഈ
ബിജുരാജ് മാഷ് പറഞ്ഞില്ലേ, ആ പറഞ്ഞ ടൈമിലാണ് ഞാൻ 19 എഴുതിയ എക്സാം അല്ലേ, എക്സാമിൻ്റെ റിസൾട്ട് വന്ന് സപ്ലി ലിസ്റ്റിൽ വരുന്നത്. CP ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു നിമിത്തം പോലെ നമ്മളെ വഴി ഇത് തന്നെയാണെന്ന് ആരോ പറയുന്ന പോലെ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ മാഷ് പറഞ്ഞ പോലെ നേരെ ഇവിടെ വന്ന് ഇവിടെ അഡ്മിഷൻ എടുത്ത്. ശില, അപ്പോൾ കോഴിക്കോട് നിന്നും ഈ ഒരു കണ്ണൂരിൻ്റെ ഒരു മലയോര ഗ്രാമമായിട്ടുള്ള ഇരിട്ടിയിലേക്ക് വന്നിട്ട് പ്രഗതിയിലേക്ക് വരികയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ഒരു PSC കോച്ചിങ് സ്ഥാപനത്തിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഈ പ്രഗതിയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റിയാണ് ഷില്ലയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ ഒന്നാമത് പറഞ്ഞു, ഞാൻ മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു PSC സെൻറ്റർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുകളിൽ 2ാം നിലയിൽ ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടി, ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു സങ്കല്പം മൊത്തം മാറി, കംപ്ലീറ്റ് മാറി. കാരണം ഞാൻ പഠിച്ച കോളേജ് പോലും എന്താ പറയണ്ടേ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അത്ര ഇല്ല. പിന്നെ ഇവിടെയുള്ള ഫെസിലിറ്റീസ്, പിന്നെ ഈ പ്രകൃതി ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു കാരണമായി. മീൻസ് ഞാൻ ഉദ്ദേശിച്ചൊരു സംഭവം എനിക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചേർന്നതും ഇവിടുത്തെ സ്ട്രക്ചർ ഫോളോ ചെയ്ത് പഠിച്ചതും അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് പ്രഗതിയിലോട്ടേക്ക് വരുന്ന ആൾക്കാരെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പ്രഗതിയുടെ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് കുറച്ച് പാടാണ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഷില്ലയ്ക്ക് ഫസ്റ്റ് പ്രഗതിയിലോട്ടേക്ക് വന്നപ്പോൾ ഈ പ്രഗതിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഷില്ല മാനേജ് ചെയ്തിട്ടുള്ളത്? സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് പഠിച്ചു തീരില്ല, ഇത് കുറച്ച് ടഫാണെന്നെല്ലാം തോന്നും. പക്ഷെ അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുക നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ സ്ട്രക്ചറിലുള്ളത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ SCRT, പിന്നെ നമുക്ക് പഠിക്കേണ്ട PSCൻ്റെ സിലബസ്, ഇത് തന്നെയാണ് ഓരോ ഭാഗങ്ങളായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രമാത്രം സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നു അത്രമാത്രം നമുക്ക് തന്നെ ഗുണം ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ SCRT ബേസ് ആണെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ, ഒരു ദിവസം ഒരു 100 ക്വസ്റ്റ്യൻ. ആ 100 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ 100 ക്വസ്റ്റ്യൻ പഠിക്കും. പിറ്റേ ദിവസം അടുത്ത 100 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊക്കെ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ മൊത്തം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് പഠിക്കും, വീണ്ടും നമുക്ക് റിവിഷൻ വരും. അങ്ങനെ പോകെ എന്താവും, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്കൊരു ദിവസം കഴിയുന്ന എക്സാമിൻ്റെ മൊത്തം അതിൽ നിന്ന് ഒരു 100 ക്വസ്റ്റ്യൻ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് എക്സാം ആയിട്ട് തരും. മോർണിംഗ് എക്സാം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ 100 ക്വസ്റ്റ്യനാണ് വരും. ഒരു 300 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ തലേ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ പിറ്റേ ദിവസം കിട്ടും. ആ 100 ക്വസ്റ്റ്യൻ നമുക്ക് 100ൽ 100 കട്ട് ഓഫും വെക്കും. 100 കട്ട് ഓഫ് വെച്ച് കിട്ടണമെങ്കിൽ ഈ 300 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണം. കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് വേണം പിറ്റേ ദിവസം രാവിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഈ PSCൻ്റെ സിലബസ് ഒരുവിധം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇത് അടുത്ത എക്സാം, PSCൻ്റെ അടുത്തൊരു എക്സാം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പഠിച്ചതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നത്, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ഈ 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കും ഞാൻ ഒരിക്കലും പഠിക്കത്തില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓഫ്ലൈൻ മോഡൽ എക്സാം നടക്കും. അതായത് നമ്മൾ PSC ഹാളിൽ എങ്ങനെയാണോ എക്സാം നടത്തുന്നത്, നമ്മൾ രജിസ്റ്റർ നമ്പർ കറപ്പിക്കും, നമുക്ക് അതിന് സമയം പോകും. നമ്മൾ വിചാരിക്കാത്ത സമയം രജിസ്റ്റർ നമ്പർ കറപ്പിക്കാൻ പോകും, ബബിള് കറപ്പിക്കാൻ പോകും. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഒരു ഓഫ്ലൈൻ എക്സാം നടത്തുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഒരു PSC എക്സാം ഹാളിൽ 1.25 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 1 മണിക്കൂർ കൊണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ചില ആൾക്ക് സമയം തികയില്ല, 1.25 മണിക്കൂർ വന്നാലും സമയം തികയില്ല. പക്ഷേ അതേ ഒരു എക്സാം നമ്മൾ ഇവിടുന്ന് 1 മണിക്കൂർ കൊണ്ട് എഴുതുമ്പോൾ PSC ഹാളിൽ പോയാൽ നമുക്ക് വീണ്ടും ഒരു 1/4 മണിക്കൂർ അവിടെ എക്സ്ട്രാ കിട്ടും. ആ ഒരു 1/4 മണിക്കൂറിൽ നമ്മൾ എന്താണോ വിട്ടുപോയത്, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ സമയം കിട്ടാത്ത കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ വായിക്കാൻ സമയം കിട്ടാണ്ട് ഒഴിവാക്കി ആ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഒന്നുകൂടി വായിച്ച് അതും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ മോഡൽ എക്സാം സഹായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രക്ചർ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് തരുമെന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ ഫ്രീ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഞായറാഴ്ച നമുക്ക് രാത്രി ഒരു മോഡൽ എക്സാം വരും. ആ മോഡൽ എക്സാം വെച്ചാൽ ആ ഞായറാഴ്ച ഈ ഒരാഴ്ച നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് ആ ഞായറാഴ്ചത്തെ മോഡൽ എക്സാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ മാത്സ് കുഴപ്പമില്ല, കാരണം സയൻസ് സബ്ജക്റ്റ് പഠിച്ചിട്ടാണ് വന്നത്.
അപ്പോൾ മാത്സ്, ഫിസിക്സ് അങ്ങനത്തെ സബ്ജക്റ്റുകൾ കുറച്ച് എനിക്ക് ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ GK, ഈ ഹിസ്റ്ററി അതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ കുറേ വർഷങ്ങളും അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഈ സ്ട്രക്ചർ ഫോളോ ചെയ്ത് ഈ ഒരാഴ്ച ഒരു മോഡൽ എക്സാം വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഇതിലാണ് പുറകോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിലും മാത്സിലും ഒക്കെ നല്ല മാർക്ക് ഉണ്ടാവും. ഈ ഹിസ്റ്ററി, ഈ എക്കണോമിക്സ് അതുപോലത്തെ വിഷയങ്ങളിൽ മാർക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഞായറാഴ്ച ഒരു മോഡൽ എക്സാം വരുന്നുണ്ടെങ്കിൽ ഈ മാർക്ക് കുറഞ്ഞതിൽ ഒരു മാർക്ക് കൂട്ടാൻ നോക്കും. അപ്പോൾ അതിനു വേണ്ടി പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അടുത്ത് ഒരു PSC എക്സാം വരുന്നുണ്ടെങ്കിൽ ഈ പഠിച്ചതൊക്കെ നമുക്ക് അതിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനെ ഇവിടുത്തെ സ്ട്രക്ചർ ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ഒരു നിലയിലെത്തിയത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മുടെ ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഈ മെൻ്റൽ ഹെൽത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷില്ലനെ സംബന്ധിച്ചിടത്തോളം ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതായത് ബാക്കിയുള്ള ഒരു എക്സാം പോലെയല്ല, നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം പീരീഡ് നിശ്ചയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ചധികം സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് അത് എത്രത്തോളം ഇമ്പോർട്ടൻസ്? മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും. മീൻസ് ഇപ്പോൾ ഞാനിപ്പോൾ 2022 ഇവിടെ പഠിക്കാൻ വന്നത്. ഇപ്പോൾ 2024 എനിക്ക് ജോലി കിട്ടുന്നത്. ഈ ഒരു 2 വർഷക്കാലം നാട്ടിൽ നിന്നായാലും കുടുംബക്കാരുടെ ഇടയിൽ നിന്നായാലും ജോലിയൊന്നും ആയില്ലേ, കുറേ ആയില്ലേ പഠിക്കുന്നേ, ജോലിയൊന്നും ആയില്ലേ, വെറുതെ നോക്കിക്കൂടെ, പഠിത്തം നിർത്തിക്കൂടെ? കാരണം നമുക്കും മോനെ എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ഇതുണ്ടാവും, ഒരു ചമ്മല്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടാണ് 2 വർഷം എന്താ പറയേണ്ട ഒരു ഫാമിലി ഫങ്ഷന് പോകാൻ മടിയാണ്. നാട്ടിലേക്ക് പോകാൻ തന്നെ മടിയാണ്. നാട്ടിലേക്ക് പോയാൽ നാട്ടുകാർ ചോദിക്കുക എന്തായി, എങ്ങനെ പോകുന്നത്, എപ്പാ ജോലി കിട്ടുക? ഇത് നമുക്ക് ഞാനിത് അടുത്ത മാസം ജോലിക്ക് കയറുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രയും നേരത്തെ ആക്കാം. ഇപ്പോൾ 2 വർഷം കൊണ്ട് കയറുന്നവരുണ്ട്, 5 വർഷം കൊണ്ട് ജോലിക്ക് കയറുന്നവരുണ്ട്, 8 വർഷം പഠിക്കുന്നവരുണ്ട്, പക്ഷെ 1 വർഷം കൊണ്ട് ജോലിക്ക് കയറുന്നവരുണ്ട്. നമ്മൾ എത്രമാത്രം എഫേർട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ ടൈം പീരീഡ് കുറക്കാൻ പറ്റും, അത്രയും നേരത്തെ ജോലിക്ക് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ എന്താക്കും, എങ്ങോട്ടേക്കും പോവും, മീൻസ് എങ്ങോട്ടേക്കും യാത്ര ചെയ്യും, ഒറ്റയ്ക്ക് ഇരുന്നാൽ തന്നെ ഒരു സമാധാനം കിട്ടും. ആരും ഇല്ലാണ്ട് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുക, എവിടെയും പോയിരിക്കുക, ട്രാവൽ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രഷർ കുറക്കുക. പരമാവധി ഈ നാട്ടുകാരും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ഓരോരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് കളയും. എന്നിട്ട് നമുക്ക് എന്താണോ ആവശ്യം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അതുവരെ നമ്മൾ മെൻ്റലി ഓക്കെ ആയിരിക്കുക. അതെ. ഷില്ല, അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു PSC പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി പഴയതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് എന്താണ് ഈ PSCക്ക് വേണ്ടിയിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഇന്ന് ഒരുപാട് റിസോഴ്സസ് നമുക്ക് കിട്ടും. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട്, പിന്നെ അതേപോലെ ടെലിഗ്രാം ചാനലുകളുണ്ട്, അങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. പക്ഷേ ഇത്രയും റിസോഴ്സസ് ഉണ്ടാകുമ്പോഴും കൃത്യമായിട്ടുള്ള രീതിയിലൊരു ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഷില്ലയുടെ ഒരു ടൈം മാനേജ്മെൻറ്റ് അതെങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നമുക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് വീണ്ടും പഠിച്ച് സമയം പോക്കാതെ നമുക്ക് എന്താണോ അറിയാത്തത് അതിന് കൂടുതൽ സമയം കൊടുക്കുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മാർക്കറ്റിലും യൂട്യൂബിലും എല്ലാം ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിളാണ്. വീഡിയോ ആണെങ്കിലും PDF ആണെങ്കിലും ഓഡിയോ ആയിട്ടാണെങ്കിലും നമുക്ക് എല്ലാം അവൈലബിളാണ്. പക്ഷെ അത് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എല്ലാം ഇങ്ങനെ കിട്ടുന്നതെല്ലാം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഏതിലാണോ പുറകോട്ട് വെക്കുന്നത് അത് നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുക്കുക. നമുക്ക് കയ്യിലുള്ളത് എന്താ പറയുക, കൈവിട്ട് പോകാനും പാടില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാലേ നമുക്ക് അടുത്തൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് രാവിലെ പഠിക്കാൻ പറ്റും, ചില ആൾക്ക് രാത്രിയായിരിക്കും. നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്, അപ്പോൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും.
ഞാൻ പഠിക്കുന്ന സമയത്തായിരിക്കില്ല താങ്കൾക്ക് പഠിക്കാൻ പറ്റുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്തായിരിക്കില്ല എനിക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അധികം രാത്രി ഇരുന്ന് പഠിക്കൽ. രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ഫുഡ് കഴിച്ച് അങ്ങനെ തന്നെ പഠിക്കാനായിരിക്കും. എന്നിട്ടൊരു 3-4 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അങ്ങനെ പഠിച്ച് കുറച്ച് കാലം മോർണിംഗ് എക്സാം ഒന്നും എഴുതാണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും മോർണിംഗ് എക്സാം എഴുതാത്തതുകൊണ്ട് മാഷ് വിളിച്ച്. അപ്പോൾ മാഷോട് കാര്യം പറഞ്ഞു, മാഷ് ഇങ്ങനെയാണ് പഠിക്കാറ്, അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ മോർണിംഗ് എക്സാം എഴുതാൻ പറ്റാത്തത്. അപ്പോൾ മാഷ് പറഞ്ഞതെന്ന് വെച്ചാൽ മോർണിംഗ് എക്സാം എന്തായാലും എഴുതണം, അത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ പ്ലാന് മാറ്റി. മീൻസ് രാത്രി കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. ആ ഉറങ്ങാൻ പോകുമ്പോൾ റൂമിൽ ഏതെങ്കിലും ഒരു പയ്യനോട് പറയും 12 മണിയാകുമ്പോൾ ഒന്ന് വിളിച്ചെണീപ്പിക്കണം. എന്നിട്ട് കിടന്നുറങ്ങും, 12 മണിയാകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ വേറെ എന്താ പറയുക, വേറെ സൗണ്ടും കാര്യങ്ങളും ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. ഏകദേശം എല്ലാവരും കിടന്നുറങ്ങുന്നതായിരിക്കും, നമ്മൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റും. പിന്നെ അങ്ങനെ പഠിച്ച് 4:30 ആകുമ്പോൾ മോർണിംഗ് എക്സാം എഴുതും, അല്ലെ 5 മണിക്ക് മോർണിംഗ് എക്സാം എഴുതും. മോർണിംഗ് എക്സാം എഴുതി ഒരു 6 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അതുപോലെ തന്നെ പറയും, അപ്പോഴേക്കും ആരെങ്കിലും എണീറ്റുണ്ടാവും. അപ്പോൾ അവരോട് പറയും വീണ്ടും ഒരു 8 മണി 8:30 ആകുമ്പോൾ വിളിച്ചെണീപ്പിക്കണം. അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പഠിത്തം കൊണ്ടുപോയത്. കാരണം എനിക്കൊരിക്കലും ഈ രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് പ്രാക്ടിക്കൽ അല്ല. കാരണം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സമയമുണ്ട്, ആ സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ച് മുന്നോട്ട് പോയത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ ലൈഫിൽ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയാലോ അല്ലെങ്കിൽ മടുപ്പാണ്, വിട്ടിട്ട് പോകാം എന്നൊക്കെ തോന്നും. പക്ഷേ വേറൊരു സമയത്ത് തന്നെ അതേപോലെ തോന്നും. അതായത് നമുക്ക് ഒരു റിഡംഷൻ വേണം, എനിക്കിത് കിട്ടിയേ തീരൂ, എന്തു വന്നാലും ഞാനിത് നേടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഷില്ലയ്ക്ക് ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് എക്സാം എഴുതി അതിലൊന്നും ലിസ്റ്റിൽ വരാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലക്ക് ഞാനൊന്നും പഠിച്ചില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും ആവുന്നില്ല, നീ ഇവിടെ നിർത്തിയാലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തോന്നിയപ്പോഴെല്ലാം മനസ്സിൽ വന്നത് ഈ ഒരു ജോലി എനിക്ക് ആവശ്യമാണ്, ഈ ജോലി കിട്ടിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം എൻ്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു ടൈമിൽ എന്ത് ചെയ്യണം, ഇനി തുടരണോ എന്നാലോചിച്ച് നിന്ന സമയത്ത് വീണ്ടും ഇതിലേക്ക് വരാൻ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്നായാലും കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നായാലും നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീണ്ടും എനിക്കിത് പറ്റും എന്നൊരു തോന്നലോടെ മുന്നോട്ട് വന്നത്. നമ്മുടെ ഈ ഒരു സെഷൻ്റെ പേര് തന്നെ ടേണിംഗ് പോയിന്റ് എന്നാണ്. അപ്പോൾ ഞാൻ ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഷില്ലയ്ക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യം ചിലപ്പോൾ അതൊരു മൊമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം, എന്തുവാ. പക്ഷേ ടേണിംഗ് പോയിന്റ് എനിക്ക് തോന്നുന്നു ഏതൊരാളുടെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അയാൾ ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളത് അവിടെ വിഷയമാകുന്ന കാര്യമല്ല. അപ്പോൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഷില്ലയ്ക്ക് എന്താണ് ടേണിംഗ് പോയിന്റ്? ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ കൊറോണ ടൈമാണ്. കൊറോണ ടൈമിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ എൻ്റെ ചുറ്റും കുറേ സാധാരണക്കാരുണ്ട്. അപ്പോൾ ഈ കൊറോണ ടൈമിൽ ആർക്കും പണിയില്ലാണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സമയത്ത്, ചെയ്യണം എന്നറിയാണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന് മാസാമാസം പെൻഷൻ കിട്ടിയിട്ടുണ്ട്. സർക്കാർ ജോലിക്കാർക്കൊക്കെ മാസാമാസം ശമ്പളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും എന്ത് സംഭവിച്ചാലും നമുക്ക് സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ്, ആ ഒരു ചിന്തയാണ് എന്നെ ഇപ്പോൾ ഇതിലേക്ക് എത്തിച്ചത്. ഷില്ല അപ്പോൾ കേരള പോലീസ് സർവീസിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ കേരള PSC ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ഈ PSCയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളോട്, ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ദീപാ നിശാന്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ജീവിതം ഒരു മൊണാലിസ ചിരിയാണെന്നുള്ള പുസ്തകം. അപ്പോൾ അതുമായി മൊണാലിസയായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഈ ചിത്രമായി ബന്ധപ്പെടുത്താൻ പറ്റും. അതായത് ഒരാൾ എങ്ങനെ ആ ചിത്രം കാണുന്നു അതുപോലെ ഇരിക്കും ആ ചിത്രത്തിൻ്റെ ഔട്ട്പുട്ടും. അതായത് നമ്മളിപ്പോൾ പ്ലസൻ്റായിട്ട് കാണുകയാണെങ്കിൽ ആ ചിത്രവും നല്ല പ്ലസൻ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഗ്ലൂമി ആയിട്ട് കാണുകയാണെങ്കിൽ ആ ചിത്രവും ഗ്ലൂമി ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതം എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ലൈഫ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആവും. മറിച്ച് സിമ്പിളാണ്, ലൈഫ് സിമ്പിളാണ് എന്ന് കരുതി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്മൂത്തായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്നത്. ഷില്ല, അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായതിന് ഒരുപാട് നന്ദി. കേരള പോലീസിലെ ഒരു ഉന്നതമായ റാങ്കിലെത്തി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സേവനം അനുഷ്ഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. The woods are lovely, dark and deep, but I have promises to keep.
ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികളാണ്. കടമ്മനിട്ടയുടെ മനോഹരമായൊരു മലയാള പരിഭാഷ കൂടെ ഉണ്ട് ഇതിന്. അതിങ്ങനെയാണ്: മനോഹരം മഹാവനം, ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. ഉറക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുൻപിലായി നമുക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. നമ്മൾ താണ്ടിയ ദൂരത്തെക്കാളും സഞ്ചരിച്ചു വന്ന കാലത്തെക്കാളും ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്, സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേ ഫോക്കസ്ഡ്, ഹാപ്പി ലേണിംഗ്. ദിസ് ഇസ് ടേണിംഗ് പോയിന്റ്. താങ്ക് യു.